ഹലോ, നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന പുണ്യഭൂമി കഴമ്പ് നമുക്ക് ക്യാൻവാസിലേക്കൊന്ന് വരച്ചെടുത്താലോ? അപ്പോൾ ഇത് ഞാൻ ക്യാൻവാസിലേക്ക് ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും ഞാൻ കഴിയുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചർ ഞാൻ ഇതിലേക്ക് കംപ്ലീറ്റ്ലി വരച്ച ശേഷം ഞാനിതിനെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് തന്നെ ബ്ലൂ കളർ വെച്ചിട്ട് നമ്മുടെ ആകാശം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയലുകളൊക്കെ വെച്ച് ഒരുപാട് നല്ല ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ആകാശമൊക്കെ കംപ്ലീറ്റ്ലി ബ്ലൂ കളറും വൈറ്റ് കളറും വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മേഘങ്ങളൊക്കെ ഇതുപോലെയായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതാ നമ്മുടെ വിശുദ്ധ കഴമ്പ് കൂടെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കഴിയുന്ന പോലെയൊക്കെ നമ്മുടെ ആകാശം നിങ്ങൾക്ക് ഇതാ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മേഘങ്ങളെയും ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പിക്ചർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതിന് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന പിക്ചർ നോക്കിയിട്ടും അതുപോലെ തന്നെ ഇക്കാൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഈ ഒരു പേന വെച്ചിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ ടച്ചപ്പും കൂടിയും എല്ലാം കൂടി ആയപ്പോൾ സംഭവം നമുക്ക് കിടുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇത് ഞാൻ 2-3 മണിക്കൂർ എടുത്ത് ചെയ്തിട്ടുള്ള ഈ ഒരു വർക്കാണ് നിങ്ങളെ വെറും 2 മിനിറ്റ് കൊണ്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ 4 ഭാഗത്തുള്ള മാസ്കിംഗ് ടാപ്പൂടെ റിമൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതേ ഫൈനലി ഞാൻ എൻ്റെ പേരൂടെ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് ഇത് ഡ്രൈ ആയ ശേഷം ഇതിൻ്റെ 4 സൈഡിലുള്ള മാസ്കിംഗ് ടാപ്പ് കൂടെ റിമൂവ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ നമ്മുടെ പിക്ചർ ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ വാളിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.